പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. പ്രിയമുള്ളവരെ, 100 ആടുള്ള ഒരു ഇടയന്റെ കഥ, ഉപമ യേശു കർത്താവ് സംസാരിക്കുന്നു. 99 ആടുകളെയും മരുഭൂമിയിൽ വിട്ടേച്ച് ഒരാട് കാണാതെ പോയപ്പോൾ ആ കാണാതെ പോയ ആടിന്റെ പുറകെ പോയ ഒരു നല്ല ഇടയൻ പുറകെ പോയി കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ആ ആടിനെ അടിച്ചോ പിടിച്ചോ കൂട്ടത്തിൽ ചേർക്കുക എന്നുള്ളതല്ല ആ നല്ല ഇടയനായ യേശുവിൻ്റെ ദൗത്യം. മുറിവേൽക്കപ്പെട്ട, ഒറ്റപ്പെട്ടു പോയ, പലതും സഹിച്ച ആ ആടിനെ തോളിലേന്തി നടത്തുന്ന ഒരു നല്ല ഇടയൻ. ഇന്ന് രാവിലെ സമയം, ഇതുവരെയും ജീവിതത്തിൻ്റെ 30-40 വർഷം കഴിഞ്ഞുപോയി, മാനസാന്തരപ്പെടാൻ കഴിഞ്ഞില്ല, ഒറ്റപ്പെട്ടു പോയ ജീവിതാനുഭവങ്ങൾ, മുറിവേൽക്കപ്പെട്ട അനവധി സ്ഥിതിഗതികൾ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നല്ല ഇടയനായ ക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ നിങ്ങളെ തോളിലേന്തി അടുത്തൊരു കാലഘട്ടം സമാധാനത്തോടെ നടത്തുകയും സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദൈവിക അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും. അതിനായി മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്നുവെങ്കിൽ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക്, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.